ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ല ഭയങ്കര പ്രശ്നമാണ്. എന്തിനാണ് നമുക്കത് അറിഞ്ഞിട്ട് എന്തിനാ? ഞാൻ കണ്ടിട്ടില്ല തുടർന്ന്. നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ കുറച്ച് നാളുകൾ ചർച്ചകളൊന്നാണ് കമ്മ്യൂണിറ്റിയെ തള്ളി പറഞ്ഞത്. എന്താണ് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. കാരണം ഞാൻ എൻ്റെ ഡേ ടു ഡേ റുട്ടീനിൽ ഞാൻ ഒരുപാടായിട്ട് കൂട്ടുകൂടുന്ന കൂടെ ആൾക്കാരാണ്. നമ്മുടെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്. ഇതൊന്നും നമ്മുടെ തെറ്റല്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് LGBT അങ്ങനെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. നാളെ ഇപ്പം എൻ്റെയോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷനോ ഈ പറയുന്ന ആൾക്കാരുടെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നവരുടെ ആണെങ്കിലും ജനറേഷൻ എങ്ങനെയാണ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്താ പറയുക, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഗോഡ്. സോ ഒരു കാര്യത്തിലും ആരെയും തള്ളി പറയരുത്. നാളെ നമുക്ക് എങ്ങനെയാണ് ദൈവം അതിനുള്ള ശിക്ഷ തരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എവറിബഡി ഈസ് ഹ്യൂമൻ ബീങ്, അത്രേ ഉള്ളൂ. ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ല ഭയങ്കര പ്രശ്നമാണ്. എന്തിനാണ് നമുക്കത് അറിഞ്ഞിട്ട് എന്തിനാ? നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഈ ചോദ്യം തന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അവരുടെ ഇഷ്ടമല്ലേ. അവരവരുടെ ജെൻഡർ എന്തോ ആയിക്കോട്ടെ, ലെറ്റ് ദം ലിവ്. അവര് ജീവിച്ചോട്ടെ. അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നവീന്റെ ക്ലോസ് ആൾക്കാർക്കും ലൈക്ക് പൊന്നാര കുട്ടിയാണ്. ഇപ്പൊ നവീൻ എത്ര ഫാൻസ് ഉണ്ട് നവീന്. എനിക്ക് ആക്ച്വലി നവീന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ആ കുസൃതികൾ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കട്ടെടുക്കുന്നത് ഇഷ്ടമാണ്. മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല തുടർന്ന്. നിങ്ങൾ കണ്ടോ? പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കാണിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല. ഈ ജെൻഡർ റിവീലിംഗ് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി മാത്രം തള്ളി പറയുക, നാളെ എങ്ങനെയായിരിക്കും നമ്മുടെ ജനറേഷൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെയല്ലേ എന്ന് പറയാനുള്ള ഒരു അർഹതയും നമുക്കില്ല. നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരെയും അതുപോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരുപാട് പേരുണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ. പക്ഷെ അങ്ങനെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്താറില്ല. അവരെ ചേർത്ത് പിടിക്കാറേ ഉള്ളൂ. അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ടു എവരിവൺ.